നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരിക്കലും മദ്യ വ്യവസായം ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്കൊക്കെ അറിയാലോ. നമ്മുടെ കമ്പനി മദ്യ കച്ചവടം നടത്താൻ പാടില്ലെന്നല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? വിശാൽ എവിടെ? ആ പണം എവിടെ? ഇത്രയും നേരായിട്ട് അവനെ കാണുന്നില്ലല്ലോ. അവനിങ്ങോട്ട് വരില്ല അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ലേലത്തിന് താല്പര്യമില്ലാത്തോണ്ട് ക്യാഷ്യർ ഏൽപ്പിച്ച ആ പണം നിങ്ങൾ മുക്കി അല്ലേ? ഓഹോ, പണം നമ്മൾ ഇവിടെ എത്തിക്കരുത്, അതിനുവേണ്ടിയാണല്ലേ ഇന്നലെ ക്യാഷ്യറിന്റെ കയ്യില് തന്ത്രപൂർവ്വം പണം അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. അതിലെന്തോ ഒരു പ്ലാൻ ഉണ്ട്. നീ എന്താടി ആലോചിച്ചിരിക്കുന്നത്? വിശാൽ എവിടെ? വിശാൽ എവിടെയെന്ന്? ആ പണം അവനിവിടെ എപ്പോ എത്തിക്കും? ഞങ്ങൾക്ക് ഇപ്പോ ആ പണം വേണം. വിനയ്, വെപ്രാളപ്പെടണ്ട. ദേ, പണം എന്റെ കയ്യിലുണ്ട്. അമ്മ ക്യാഷ്യറിനെ ഏൽപ്പിച്ച പണം ഇത് തുറന്നിട്ട് പണം കൃത്യമായിട്ടുണ്ടോന്ന് എണ്ണി നോക്കണം. ആ കള്ളൻ ചതിച്ചോ? പണം മോഷ്ടിക്കാൻ നേരിട്ട അവനത് മോഷ്ടിച്ചില്ലേ? എന്റെ മോൻ സമയത്ത് തന്നെ ഇവിടെ പണം എത്തിച്ചു. ആ, ഇനി നമുക്ക് ലേലം ആരംഭിക്കാം. താങ്ക് യു മോനെ. ഇവിടെ എന്ത് ലേലമേ നടക്കാൻ പോകുന്നത്? വിശാൽ സർ, മദ്യം നിർമ്മിക്കുന്നതിനുള്ള ബിസിനസ് തുടങ്ങാനുള്ള ലേലമാണ് സർ ഇവിടെ നടക്കുന്നത്. മദ്യനിർമ്മാണോ? അതെങ്ങനെ സാധിക്കും? ഏയ്, അതൊന്നും പാടില്ല. അത് നമ്മുടെ കമ്പനിയുടെ പോളിസിക്ക് വിരുദ്ധമാണ്. സർ, ഞാനത് എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ആരും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അമ്മേ, നമ്മുടെ കമ്പനിയുടെ നയമൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? നമ്മുടെ കമ്പനിക്ക് ഒരു ന്യായവും ധർമ്മവും ഒക്കെ ഉണ്ട്. അതൊരിക്കലും ലംഘിക്കാൻ പാടില്ല. മദ്യം സമൂഹത്തെ നശിപ്പിക്കുന്ന വിഷമാണ്. അത് നമ്മൾ നിർമ്മിക്കാനോ വിൽക്കാനോ പാടില്ല. അങ്ങനെ ചെയ്ത നമ്മൾ കാരണം നിരവധി കുടുംബങ്ങൾ തകരാൻ ഇടവരും. നിരവധി കുടുംബങ്ങളുടെ കണ്ണുനീരും നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കമ്പനി മദ്യ വ്യവസായം നടത്താൻ പാടില്ല. ആ ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട. മോനെ, ഞാൻ പറയുന്നോണ്ട് നിനക്കൊരു അലോഹ്യം തോന്നരുത്. പാർവതി കമ്പനി ഭരിച്ച് കമ്പനി ഇപ്പൊ ആകെ നഷ്ടത്തിലാണ്. അത് ചില്ലറ നഷ്ടമൊന്നുമല്ല. ആ നഷ്ടം നികത്തിയില്ലെങ്കിൽ നമുക്ക് കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാ, കമ്പനിയുടെ നഷ്ടം നികത്താൻ വേണ്ടിയാ വിനയ് ശ്രമിക്കുന്നത്. മോനെ, മദ്യവ്യവസായം ലാഭമുള്ളൊരു ബിസിനസ്സാ. നമ്മൾ ആ ലാഭം മാത്രം നോക്കിയാ പോരെ. അനാവശ്യമായ സാമൂഹിക പ്രതിബദ്ധതയൊക്കെ നമ്മൾ ഏറ്റെടുക്കണം.
നോ, ഒരു കാരണവശാലും മദ്യ വ്യവസായം തുടങ്ങാൻ പാടില്ല. എന്റെ അമ്മ ആരംഭിച്ച ഈ കമ്പനി അമ്മയെ മറന്ന് ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല. നിന്റെ അമ്മ കമ്പനി തുടങ്ങിയ കാലം അല്ല ഇത്. കാലത്തിനനുസരിച്ച് ബിസിനസിന് ഭേദഗതികൾ വരുത്തേണ്ടി വരും. അമ്മേ, അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. അമ്മ ഇപ്പൊ ഞാൻ പറയുന്നതേ കേൾക്കൂ. നീ ഏതായാലും കൃത്യസമയത്ത് ഈ പണം ഇവിടെ എത്തിച്ചല്ലോ. അതിനൊരു ടിപ്പ് പിടിച്ചോ. വിനയ്, നീ എന്താ വിശാൽ സാറിനെ അപമാനിക്കുന്നോ? മര്യാദയ്ക്ക് മാപ്പ് പറയടാ. വിശാൽ സാറിനോട് മാപ്പ് പറയാൻ. നീ ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനവും അനുഭവിക്കുന്ന അന്തസ്സും ഇദ്ദേഹത്തിന്റെ ദാനമാ. അത് നീ മറക്കരുത്. തല മറന്ന് നീ എണ്ണ തേക്കരുത്. മാപ്പ് പറയടാ. സർ, സർ വരണം. സിറ്റുവേഷൻ ഇപ്പോ നമുക്ക് അനുകൂലമല്ല. എന്താ വേണ്ടെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ ഇപ്പോ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. വരണം. നീ ഒന്ന് പതുക്കെ. എന്താ വിനയ്, നിനക്ക് അത്രയ്ക്ക് വേദനിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ വെറുതെ ആക്ഷൻ കാണിക്കാണെന്നാണ് നിന്റെ വിചാരം? ഇടോ, എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്. ഒന്ന് പോയേ. നിന്റെ കൈക്ക് ഇത്ര കരുത്തേ ഉള്ളോ? നല്ല ബലമുള്ള കൈയല്ലേ നിന്റേത്. അവൾ എത്ര ശക്തി കൂട്ടി പിടിച്ചാലും നിനക്ക് വേദനിക്കോ? ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കറിയും. അവളുടെ കൈക്കരുത്ത് നിനക്കറിയില്ല. അവള് ഈയാമ്പാറ്റെ പോലെ ഇരിക്കുന്നൊന്നും നോക്കണ്ട. ഉരുക്ക് അവളുടെ കൈ, ഉരുക്ക്. അത് മാത്രല്ല, ഉടുമ്പ് പിടിച്ചതുപോലെയല്ലേ എന്നെ പിടിച്ചത്. അവള് ശരിക്കും എന്റെ കൈ പിടിച്ച് ഓടിച്ചു കളയുമായിരുന്നു. അവൾക്ക് ആ സമയത്ത് ഈ ബലം എവിടുന്ന് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെ, നിന്റെ വേദന ഇതുവരെ കുറഞ്ഞില്ലേ? എടാ, അവള് വലിയ ഉദയനൂരമ്മയുടെ ഭക്തയല്ലേ. അമ്മ കൊടുത്ത ശക്തി കൊണ്ടാവും അവള് നിന്റെ കൈ പിടിച്ചോടിച്ചത്. എന്തായാലും ശരി, ഇനി കുറച്ച് ദിവസത്തേക്ക് എന്റെ ഈ കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അറിയാലോ, വിശാലിനെ എന്തെങ്കിലും തരത്തില് വിഷമിപ്പിച്ച അവൾ അടങ്ങിയിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.